ബി.ജെ.പി. പോലൊരു വലിയ പാർട്ടി, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ സർക്കാർ, രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അവരുടെ കൈവശമാണ്. അധികാരം, പോലീസ്, പട്ടാളം എല്ലാം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സംവിധാനം എന്തിനാണ് പാവപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഇത്ര കണ്ട് പേടിക്കുന്നതെന്ന് പലപ്പോഴും ഈ പന്തിയിൽ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറുപടി കണ്ടിട്ടില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു രാഹുൽ പേടി കണ്ടതുകൊണ്ടാണ് വീണ്ടും ഈ ചോദ്യം ചോദിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകുന്നത്. പറഞ്ഞല്ലോ, എല്ലാ അധികാരങ്ങളുമുള്ള ഒരു പാർട്ടി. ആ പാർട്ടിയുടെ നേതാക്കൾക്ക് 52 മുതൽ 56 വരെ നെഞ്ചളവുണ്ടെന്നാണ് പരക്കെ പറയപ്പെടുന്നത്. ഇപ്പൊ അത് ഒരുപക്ഷെ വളർന്ന് 60 ഇഞ്ചൊക്കെ ആയിട്ടുണ്ടാവും. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. സ്വന്തം നിലയ്ക്ക് ബി.ജെ.പിക്ക് ഇപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെങ്കിലും 2 മറ്റു പാർട്ടികൾ അതിനെ താങ്ങി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ പലതും ചെയ്യുന്നുണ്ട്, ചില നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട്. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന രീതിയിൽ ചെയ്യാൻ ഈ മൂടുതങ്ങികളായ 2 പാർട്ടികൾ നിന്നു കൊടുക്കുന്നുമുണ്ട്. അവർക്കറിയാം എന്തൊക്കെ ചെയ്താലും നെഹ്റുവിന്റെ സ്മരണ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നവർക്കറിയാം. പക്ഷെ അവരെന്ത് ചെയ്യും? നെഹ്റു യുവ കേന്ദ്രയുടെ പേരങ്ങ് മാറ്റും, വേറൊരു പുതിയ പേര് കൊടുക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാനുള്ള എല്ലാ സാവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. നാളെ ഇപ്പൊ ഇനി ശിശുദിനം വേണ്ടാന്ന് വെച്ചേക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ, അന്നാണല്ലോ ശിശുദിനം ആഘോഷിക്കുന്നത്. അത് വേണ്ടാന്ന് വെച്ചേക്കാം. അതിനൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി. പക്ഷെ അവരെന്തിനാണ് ഈ രാഹുൽ ഗാന്ധിയെ? കോൺഗ്രസ് ഇപ്പൊ വളരെ ദുർബലമാണ്. പാർലമെന്റിൽ ഇപ്പൊ 100 സീറ്റ് അത്രയേ ഉള്ളൂ. അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ വളരെ കുറവാണ്. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ആണ്. എന്നിട്ടും ബീഹാർ പോലൊരു സംസ്ഥാനത്ത്, ഒരു ജില്ലയുടെ ജില്ലാ തലസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ അദ്ദേഹം കടക്കുന്നതിന് എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അതിനെ തടയാൻ വേണ്ടി എന്തിനാണ് ഇത്രയും വലിയ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ സംവിധാനം കൊണ്ടുവരുന്നത്? അത് കണ്ടതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോദിയെ വിമർശിക്കരുത്, ബി.ജെ.പിയെ കുറിച്ച് കമാന്ന രക്ഷണം പോലും വേണ്ടി പോരുത്. വിദേശത്തെങ്ങാനും ചെന്ന് കഴിഞ്ഞിട്ട് മോ എന്ന് പോലും ഒരു വാക്കുച്ചരിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ബി പോലും പറയാൻ പാടില്ല. അതൊക്കെ രാജ്യദ്രോഹമാകും. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് നമ്മുടെ രാജ്യത്തെ സർക്കാരിനെ പറ്റി വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അതൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പറയുന്നതെന്നുകൂടെ മനസ്സിലാക്കണം. അതൊക്കെ വലിയ രാജ്യദ്രോഹമാവും. 32ഓളം കേസുകൾ ഇപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ട്. വിമർശിച്ചേനാ അതിനൊക്കെ ഓരോ ഭാരതീയ ന്യായ സംഹിതയിൽ ഓരോ പുതിയ വകുപ്പുകൾ കണ്ടെത്തും. മതസ്പർദ്ധ വർദ്ധിപ്പിച്ചു, സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കി എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കേസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നല്ല സൗകര്യമായല്ലോ. അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാമല്ലോ, പിന്നെ അദ്ദേഹത്തെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് ദർഭംഗ എന്ന് പറയുന്ന ജില്ലാ തലസ്ഥാനത്ത് നടന്ന സംഭവം. ബീഹാറിലെ ഒരു ജില്ലയാ. ഇപ്പോൾ ഉടനെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ശിക്ഷാ ന്യായ സംവാദ എന്ന് പറയുന്ന പേരില് ഒരു സംവാദ പരിപാടികളില് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചു വരിക. കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകള്, ദളിതുകള്, പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവര്, അതിനേക്കാൾ പിന്നാക്കത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകള്, ആദിവാസികള് തുടങ്ങിയ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംവാദമാണ്. അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ കിട്ടാനുള്ള സൗകര്യങ്ങള്, അത് സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ, ഇതൊക്കെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ദർഭംഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നത്. അവിടെ ഈ പരിപാടി നേരത്തെ തീരുമാനിച്ചിരുന്നത് അംബേദ്കർ കല്യാൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഹോസ്റ്റല, സ്റ്റുഡൻസ് ഹോസ്റ്റലില്ല. അതിന് നേരത്തെ അനുവാദം കിട്ടിയിരുന്നതാണ്. പക്ഷെ അവസാന നിമിഷമായപ്പോഴേക്കും ജില്ലാ ഭരണകൂടം അങ്ങ് തീരുമാനിച്ചു ഈ സമ്മേളനം എവിടെ നടത്തണമെന്ന്. അത് അവിടുത്തെ ടൗൺ ഹാളിൽ നടത്തിയാൽ മതി, വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കൊന്നും അങ്ങനെ രാഹുൽ ഗാന്ധി വരണ്ട. രാഹുൽ ഗാന്ധി വന്നിട്ട് അവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെ കുറിച്ചൊന്നും അവരോട് സംസാരിക്കണ്ട എന്ന് ജില്ലാ ഭരണകൂടം അങ്ങ് തീരുമാനിച്ചു. ജില്ലാ ഭരണകൂടം എന്ന് പറഞ്ഞാൽ കളക്ടറും SP ഒക്കെ ആണല്ലോ. അവര് സ്വന്തം നിലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. പട്നയിൽ നിന്ന് വിളി വന്ന് കാണും. ഇപ്പൊ അവിടെ ഭരിക്കുന്നത് ബി.ജെ.പിയും JDUവും കൂടെ ചേർന്ന സംവിധാനമാണല്ലോ. അവിടുന്ന് ഒരു നിർദ്ദേശം വന്ന് കാണും. അതനുസരിച്ച് ഈ പാവത്തങ്ങള് പ്രവർത്തിച്ചതാ. അദ്ദേഹം ഈ ഹോസ്റ്റലിൽ കടക്കാൻ പാടില്ല, വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ പാടില്ല. വേണമെങ്കിൽ അവിടെ ഒരു ടൗൺ ഹാൾ ഉണ്ട്, അവിടെ പോയി ചെയ്തോണം, അവിടെ പോയി പ്രസംഗിച്ചോണം.
അത് തീരുമാനിച്ചൊരു ജില്ലാ ഭരണകൂടമാണ്. അല്ലാതെ ഇത് സംഘടിപ്പിച്ച NSUI കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമല്ല, അവിടുത്തെ കോൺഗ്രസ് അല്ല, ആരുമല്ല. ഗവൺമെന്റ് അങ്ങ് തീരുമാനിച്ചു രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് ഇന്ന സ്ഥലത്ത് മതി എന്ന്. അതിന് വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറായില്ല, NSUI അതിനോട് യോജിച്ചില്ല, രാഹുൽ ഗാന്ധി ഒട്ടും തയ്യാറായില്ല. അതുകൊണ്ട് ഈ അംബേദ്കർ ഹോസ്റ്റലിൽ തന്നെ ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി രാഹുൽ ഗാന്ധിയും സംഘവും അവിടെ എത്തി. പക്ഷെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? അകത്തേക്ക് കടക്കാൻ മേലാത്ത രീതിയിൽ, ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ മേലാത്ത രീതിയിൽ പോലീസും ഒക്കെ അവിടെ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുക. ആയിരക്കണക്കിന് പോലീസുകാര് റോഡ് മുഴുവൻ ബാരിക്കേഡ് കെട്ടി അടച്ചിരിക്കുന്നു. അങ്ങോട്ട് ആർക്കും കടക്കാൻ പാടില്ല. പറഞ്ഞല്ലോ, അധികാരവും ഒക്കെ അവരുടെ കയ്യിലാണല്ലോ. രാജ്യവും ശക്തിയും മഹത്വവും. നിതീഷ് കുമാറും BJP നേതാക്കളും ഒക്കെ ചേർന്നാണല്ലോ അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവിടെ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി രാഹുൽ ഗാന്ധി കടക്കാൻ പാടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ പോകും, ഞാൻ അവിടെ പോയി കുട്ടികളോട് സംസാരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, ഞാൻ എൻ്റെ ജോലി ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തടയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഈ ഹോസ്റ്റലിലേക്ക് നടക്കാൻ ആരംഭിച്ചു. 2.5 കിലോമീറ്റർ ഉണ്ട്. ഈ ബാരിക്കേഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് ഈ ഹോസ്റ്റലിലെത്താൻ 2.5 കിലോമീറ്റർ നടക്കണം. ഇവർ വിചാരിച്ചു രാഹുൽ ഗാന്ധി 2.5 കിലോമീറ്റർ ഒക്കെ നടക്കുമോ, നടന്നുപോയി പ്രസംഗിക്കുമോ? ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം അവരങ്ങ് മറന്നുപോയി. ഈ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ നടപ്പങ്ങ് നടന്നതാ, ഭാരത് ജോഡോ യാത്ര. അങ്ങനത്തെ ഒരു മനുഷ്യയാണ് ഇവരവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടന്നു, NSUI പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും കൂടെ നടന്നു. പോലീസുകാരിങ്ങനെ വിഷണ്ണരായിട്ട് നോക്കി നിന്നു. രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് പ്രസംഗിച്ചു, വിഷയം അവതരിപ്പിച്ചു, സംസാരിച്ചു. വാസ്തവത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ആ ഹോസ്റ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. പറഞ്ഞല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം JDU-യുടെ ഈ NDA-യുടെ ഭാഗമായതോടെ ഇപ്പൊ ബീഹാർ അവരുടെ സ്വന്തമാണെന്നാ പറയുന്നത്. അവരുടെ കൈകളില് ബീഹാർ അങ്ങനെ ഒതുങ്ങി കഴിയുകയാണ്. അവിടെ വേറെ ആർക്കും ചിമുക്കാൻ പറ്റത്തില്ല എന്നാണ് BJP പറയുന്നത്, JDU പറയുന്നത്. ശരിയായിരിക്കാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. പിന്നെ എന്തിനാണെന്ന് ഈ പാവപ്പെട്ട മനുഷ്യൻ അവിടെ വരുന്നവനെ തടയുന്നത്? അങ്ങനെ പ്രസംഗിച്ചിട്ട് പോട്ടെന്നേ. അവർ ആദിവാസികളോടോ അല്ലെങ്കിൽ ദളിതുകളോടോ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരോടൊക്കെ സംസാരിക്കട്ടെ. അതിന് നമ്മളെന്തിനാ പേടിക്കുന്നേ? BJP-യും JDU-യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും തൊടാൻ പറ്റത്തില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. പിന്നെ എന്തിന് രാഹുൽ ഗാന്ധിയെ പേടിക്കണം? രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് സംസാരിച്ചാല്, ഒരു സംവാദം നടത്തിയാല് മാനം ഇടിഞ്ഞു വീഴും, ഒന്നുമില്ലല്ലോ. എന്താ പിന്നെ പ്രശ്നം? പ്രശ്നം ഉണ്ടെന്നേ. അതാണ് ഇപ്പോ നമ്മൾ സെൻസസ് നടക്കാൻ പോവുക. നേരത്തെ നടക്കേണ്ടതായിരുന്നു, അന്ന് പല കാരണങ്ങളാൽ നടന്നില്ല. ഇപ്പൊ ഇനി അത് ഉടനെ നടക്കുമെന്നാണ് പറയുന്നത്. ആ സെൻസസ് ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസാ, രാഹുൽ ഗാന്ധിയാ. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആവശ്യപ്പെട്ടു, പാർലമെന്റിന്റെ പുറത്ത് ശക്തമായിട്ട് പറഞ്ഞു, ഇനി നടക്കാൻ പോകുന്ന സെൻസസ് ജാതി സെൻസസ് ആയിരിക്കണം, ജാതി അടിസ്ഥാനത്തിലായിരിക്കണം. അതിന് അദ്ദേഹത്തിന് കാരണമുണ്ട്. ഓരോ ജാതിയിലും പെട്ട എത്ര പേരുണ്ട്, അവിടെയൊക്കെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്രത്തോളം കിട്ടുന്നുണ്ട്, അത് നിഷേധിക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെ ഈ സെൻസസിലൂടെ പുറത്തു വരും. അതനുസരിച്ച് നമുക്ക് ഭാവിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ദളിതരുടെയും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നവരുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴില്, ജോലി സംവരണം, ഇതിലൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. അല്ലാതെ ജാതി സെൻസസ് നടത്തിയിട്ട് കോൺഗ്രസിന് എന്ത് പ്രത്യേകിച്ച് കിട്ടാനാ? ആദ്യം BJP ശക്തമായിട്ട് എതിരായിരുന്നു, RSS എതിരായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ ഇത് ഒരു പ്രധാന ചർച്ചാ വിഷയമെന്നായപ്പോൾ രായ്ക്ക് രാമാനം ഒറ്റയടിക്ക് ഒരു പ്ലേറ്റ് മാറ്റി ജാതി സെൻസസ് അങ്ങ് പ്രഖ്യാപിച്ചു. ശരി, ഓക്കെ, അത് ഗവൺമെന്റ് തീരുമാനമാണ്, ജാതി സെൻസസ് നടക്കട്ടെ. അന്നേരം എന്തിനാ പിന്നെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പേടിക്കുന്നത്? ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചത് BJP സർക്കാരാണല്ലോ, മോഡിയുടെ ഗവൺമെന്റ് ആണല്ലോ. പിന്നെന്തിനാണെന്ന് രാഹുലിന്റെ ഈ ഒരു സാന്നിധ്യത്തെ നിങ്ങൾ വല്ലാതെ അങ്ങ് ഭയപ്പെടുന്നത്? ഉണ്ട് ഈ വിഷയത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രശ്നങ്ങള്. ഈ ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കുന്നതില് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അത് അത്ര നല്ല കാര്യമല്ലെന്ന് BJP-ക്ക് അറിയാം, JDU-വിന് അറിയാം. അതുകൊണ്ടാണ് തടയുന്നത്, അതുകൊണ്ടാണ് തടഞ്ഞത്. അപ്പൊ JDU-വിന്റെ അവിടുത്തെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇതിന് വലിയ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണെന്ന് ആയിരിക്കാം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം കളിച്ചുകൂടെ? അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരുക്കങ്ങൾ നടത്തിക്കൂടെ? ഈ പഹൽഗാം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ചെയ്തത്? അദ്ദേഹം ആ പഹൽഗാം സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഉണരുന്നതിന് മുമ്പായിട്ട് ബീഹാറിൽ പോയി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചില്ലേ? നിതീഷ് കുമാറുമായിട്ട് വേദി പങ്കിട്ടില്ലേ? കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ വോട്ട് കിട്ടണമെങ്കിൽ മാത്രമേ ജയിക്കത്തുള്ളൂ.
അതിനാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിക്ക് അദ്ദേഹം പോയി സംബന്ധിച്ചത്. അപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ദളിത് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതാണോ വലിയ പ്രശ്നം? അതാണോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ഒന്നായിട്ട് നിങ്ങൾ കാണുന്നത്? എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നേ. BJPക്കും JDUവിനും ഒക്കെ ഉള്ളതുപോലെ കോൺഗ്രസിനും ഉണ്ട്, രാഹുൽ ഗാന്ധിക്കും ഉണ്ടാവും. അതിനെന്താ ഇത്ര പേടിക്കുന്നത്? ഇങ്ങനെ ദളിത് പിന്നാക്ക വിദ്യാർത്ഥികളുമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന BJP തന്നെയാണ് നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ആളുകളെ ആക്ഷേപിക്കുന്നതിന്, വിദ്വേഷ പരാമർശം അവർക്കെതിരെ നടത്തുന്നതിന് നിശബ്ദ പിന്തുണയുമായി നിൽക്കുന്നത്. നിശബ്ദ പിന്തുണ. പാകിസ്ഥാനെതിരായിട്ടുള്ള നമ്മുടെ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിന് പിന്നിൽ വലിയൊരു അർത്ഥമുണ്ടായിരുന്നു, വലിയൊരു ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കാൻ എന്നോണമാണ് നമ്മുടെ സൈനിക നടപടികൾ മാധ്യമങ്ങളുമായി ബ്രീഫ് ചെയ്യുന്നതിന് 2 സ്ത്രീ ഉദ്യോഗസ്ഥരെ, ഓഫീസർമാരെ നിയോഗിച്ചത്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. അവരവരുടെ ജോലി നന്നായിട്ട് നിറവേറ്റുകയും ചെയ്തു. ഇവരെ ബ്രീഫിങ്ങിന് നിയോഗിച്ചതിലൂടെ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കിയത്, അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആ കേണൽ സോഫിയ ഖുറേഷിയെ പറ്റി മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ എന്താണ് പറഞ്ഞത്? ഭീകരവാദികളുടെ സഹോദരി എന്നാണ് ആ ഓഫീസറെ ഈ BJP മന്ത്രി വിശേഷിപ്പിച്ചത്. എത്ര മലീമസമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ആ മന്ത്രി, ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം മഹാനായ ഒരു BJP മന്ത്രിയാ മധ്യപ്രദേശിൽ. അദ്ദേഹമാണ് നമ്മുടെ അഭിമാനമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സിന്ദൂർ ഓപ്പറേഷന്റെ ഒരു പ്രതിനിധിയായി നിന്ന സോഫിയ ഖുറേഷിയെ കുറിച്ച് ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചത്. സോഫിയ ഖുറേഷിയുടെ കൂടെ ഉണ്ടായിരുന്ന, ബ്രീഫിംഗിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ ഒന്നും അദ്ദേഹം പരാമർശിക്കുന്നില്ല. സോഫിയ ഖുറേഷിയെ മാത്രം വേർതിരിച്ചു നിർത്തി, ഒറ്റതിരിച്ച് നിർത്തിക്കൊണ്ട് ഈ അധിക്ഷേപം ചൊരിയാൻ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി, മധ്യപ്രദേശിലൊക്കെ ഒരു BJPയുടെ മന്ത്രിയാകുക എന്ന് പറഞ്ഞാല് അത് ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയായിരിക്കുമല്ലോ. അത്തരത്തിലൊരാൾ അതിന് ധൈര്യപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഗാന്ധി ദളിത് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിനെ തടയാൻ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയുടെ മധ്യപ്രദേശിലെ മന്ത്രിയാണ് ഇത് പറഞ്ഞതെന്ന് ആലോചിക്കണം. ഇതുവരെ BJP നേതൃത്വം ഇതിനെ അപലപിച്ചിട്ടുണ്ടോ? ഇയാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് ഒടുവിൽ ഇടപെട്ടത്. കോടതി പറഞ്ഞു ഇയാൾക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞു. ആ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ ഗൗരവം നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഇടപെടുന്നത്. ഇതൊരു നാക്കുപിഴ സംഭവിച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ സോഫിയ ഖുറേഷിയെ മാത്രം ഒറ്റതിരിച്ച് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശത്തിന് വിധേയയാക്കേണ്ടി ഉണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ ഉദ്ദേശം ലോകത്തിന് മനസ്സിലായി, ഇന്ത്യക്ക് മനസ്സിലായി, കോടതിക്ക് മനസ്സിലായി. കോടതി പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ സുപ്രീം കോടതി ചെന്നിരിക്കുക കേസ് എടുക്കരുതെന്ന് പറയാൻ. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഒരു മന്ത്രിയാണ്, നിങ്ങളൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി വേണം. പാകിസ്ഥാന്റെ മേലുള്ള ഇന്ത്യൻ സൈനിക വിജയത്തിന്റെ ഒരു 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 ബിന്ദുവായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ BJP ഇയാൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും മധ്യപ്രദേശിലെ മന്ത്രിയായിട്ട് തുടരുകയാണ്. ആ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ കേസ് റദ്ദാക്കണം, അല്ലെങ്കിൽ കേസ് എടുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസുമായിട്ട് എത്തിയിരിക്കുന്നത്. ദർഭംഗയില് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് 2 FIRകൾ ഇട്ടിട്ടുണ്ട്. യാതൊരു പഴുതുകളും ഇല്ലാത്ത രീതിയിലാണത്. പക്ഷെ ഈ വിജയ് ഷായ്ക്കെതിരെ അവിടുത്തെ പോലീസ് ഇട്ട FIRനെ പറ്റി അതിശക്തമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചത് ഹൈക്കോടതിയാണ്, മധ്യപ്രദേശ് ഹൈക്കോടതിയാണ്. മുഴുവൻ പിഴവുകളാണെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണോ FIR ഇടേണ്ടത്? കൃത്യമായ വിവരങ്ങളൊന്നും ഈ പ്രാഥമിക റിപ്പോർട്ടിലില്ല. ഈ FIRുമായിട്ട് ചെന്നാല് കേസ് തള്ളിപ്പോകും എന്ന് പോലും കോടതി നിരീക്ഷിച്ചു. അപ്പൊ ഇവിടെ വിജയ് ഷായെ BJPക്ക് രക്ഷിക്കണം, ഊരിക്കൊണ്ടുപോകണം. പക്ഷെ ദർഭംഗയിലോ പറ്റുമെങ്കിൽ അംബേദ്കർ ഹോസ്റ്റലിൽ ഒരു യോഗം നടത്തിയ വലിയ ഒരു അപരാധത്തിന്റെ പേരിൽ, അതിഭീമമായ ഒരു തെറ്റാണല്ലോ അദ്ദേഹം ചെയ്തത്. അതിന്റെ പേരിൽ 2 ദിവസം രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടാൻ പറ്റുമെങ്കിൽ ഇടണം. അത്രയേ ഉള്ളൂ ആ ഒരു സന്തോഷം. പക്ഷേ അപ്പോഴും അവിടെയും കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച BJP മന്ത്രി സുരക്ഷിതനാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം.
BJPയുടെ കേന്ദ്ര നേതാക്കളാരും എന്തുകൊണ്ട് ഈ വിജയ് ഷായെ തള്ളി പറയുന്നില്ല? കാരണം അവരൊക്കെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് വിജയ് ഷാ പറഞ്ഞത് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല എല്ലാത്തിനെ പറ്റിയും അഭിപ്രായം പറയും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ വൈസ് അഡ്മിറലും ഡയറക്ടർ ജനറൽ ഓഫ് നേവി ഓപ്പറേഷൻസുമായ ശ്രീ AN പ്രമോദ്, അദ്ദേഹത്തെ കുറിച്ചാണ്. മാതൃഭൂമിയിലോ മറ്റോ വന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പോസ്റ്റ്. അദ്ദേഹം തൃശ്ശൂരിലെ കുരിച്ചിറയിലുള്ള സെന്റ് പോൾസ് ഹൈസ്കൂളിലെ ഒരു പൂർവ്വ ആയിരുന്നു. ആ സ്കൂളിൽ എന്റേത് കൂടിയായിരുന്നു, ഞാനും അവിടെയാണ് പഠിച്ചത് എന്ന് ഈ പ്രമോദിനെ കുറിച്ച് നമ്മുടെയൊക്കെ അഭിമാനമായ, കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായ AN പ്രമോദിനെ കുറിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുമ്പോൾ എന്തുകൊണ്ട് അധിക്ഷേപത്തിന് വിധേയായ, പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു വിജയ പ്രതിനിധിയായി നിൽക്കുന്ന കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. മുഴുവൻ BJP നേതാക്കളും ഇക്കാര്യത്തിൽ നിശബ്ദരാണ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും നിശബ്ദനാണ്. അത്രയോ.